അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ ശാന്തതയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചാൾസ് പ്രയർ ലൈനിലൂടെ ഇങ്ങനെ ഒരു സാക്ഷ്യവുമായി കടന്നു വരുവാൻ അവസരം ഒരുക്കി തന്ന സ്വർഗത്തിലെ ദൈവത്തിന് സകല മഹത്വവും മാനവും അർപ്പിക്കുകയും പ്രവർത്തിച്ച കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യു തന്റെ കുടുംബത്തോട്, ഇന്ന് രാത്രി ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ തന്റെ കുടുംബത്തോട്, മറ്റെല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ ആരംഭത്തിൽ അറിയിക്കട്ടെ. പലപ്പോഴും ലീഡ് ചെയ്യുന്ന സൂസമ്മ എന്ന് പറയുന്നത് എന്റെ ജ്യേഷ്ഠത്തിയാണ്. സൂസമ്മയുടെ അനുജത്തിയുടെ ഭർത്താവാണ് മാത്യു സാമൻ എന്ന് പറയുന്ന ഞാനിവിടെ കരോട്ടണിൽ പാർക്കുന്നു. ദാസൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ആക്ച്വലി അദ്ദേഹം ആ പാട്ട് പാടിയപ്പോൾ ഞാൻ അറിയാതെ എന്റെ കണ്ണുനീർ വരുവാനിടയായി. ഞാനിന്ന് എന്റെ ജീവിതത്തിലെ ഒരൊറ്റ വാക്കിൽ ആ പാട്ടിലെല്ലാം സംഗമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ്യ. യോഗ്യതയൊന്നുമില്ലാതിരുന്ന എന്നെ, കഴിവുകളൊന്നുമില്ലാതിരുന്ന എന്നെ സ്വർഗം കണ്ടതിനാൽ, സ്വർഗം വിളിച്ചു വേർതിരിച്ചതിനാൽ, ഇതുവരെയും സ്വർഗം നിർത്തിയതിനാൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. എന്റെ നാമം ഉയർത്തപ്പെടുവാനല്ല, മറിച്ച് ഓരോ വാക്കുകളിലും എന്റെ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ, ഈ സാക്ഷ്യത്തിലൂടെ ചില ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാകണമെന്നുള്ള പ്രാർത്ഥനയോട് ഈ അനുഭവത്തിന്റെ ചില താളുകളിലേക്ക് മറിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. 2005 ഞാൻ ന്യൂയോർക്കിൽ പാർക്കുന്ന കാലഘട്ടമാണ്. ചാപ്പക്കോ എന്ന് പറയുന്ന US പോസ്റ്റൽ സർവീസിന്റെ പോസ്റ്റ് മാസ്റ്ററായി ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, ഹില്ലരി ക്ലിന്റനുമായിട്ടൊക്കെ വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ, പരിചയപ്പെടുവാൻ അവർ താമസിക്കുന്ന ചാപ്പക്കോയിലാണ്. അവരെ ഓഫീസിൽ വരികയൊക്കെ ചെയ്തിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഓഗസ്റ്റ് മാസം 10-ാം തീയതി എൻ്റെ ഭാര്യ വത്സമ്മ രാവിലെ പറഞ്ഞതനുസരിച്ച് വൈകിട്ട് കടയിൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഞാൻ ചെയ്തത് കൊണ്ട് ഞാൻ 5 മണിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. പക്ഷെ 5:30 ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ 35-40 മിനിറ്റ് യാത്രയുണ്ട്. 55 മൈൽ സ്പീഡ് ലിമിറ്റ് ആണ്. ന്യൂയോർക്കിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ന്യൂയോർക്ക് സ്റ്റേറ്റ് ത്രൂ എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് തുടങ്ങിയാൽ ബഫല്ലോ വരെ, നയാഗ്ര വെള്ളച്ചാട്ടം വരെ പോകുന്ന ഒരു ഹൈവേ ആണ്. ആ ന്യൂയോർക്ക് സ്റ്റേറ്റ് ത്രൂവേയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. 4 ലെയിനുള്ള റോഡാണ്. ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന വാഹനം നല്ല ബലമുള്ള ഒരു വാഹനമാണ്. മറ്റധികം പേർക്ക് ഉപയോഗിക്കാത്തൊരു വാഹനമായതുകൊണ്ടും ആ വണ്ടി സർവീസ് ചെയ്ത് പുറത്തിറക്കിയത് കൊണ്ടും ഒക്കെ ഒരല്പം പ്രൈഡ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്നതിൽ തെറ്റില്ല, ശരിയാണ്. അങ്ങനെ വളരെ ഉറപ്പുള്ള വാഹനത്തിലുള്ള അമിത വിശ്വാസം, 55 സ്പീഡ് ലിമിറ്റ് ആണെങ്കിലും 65 മൈൽ സ്പീഡില് ഞാൻ ഏറ്റവും ഔട്ടർ ലൈനിലൂടെ, 4ാമത്തെ ലൈനിലൂടെ വളരെ വേഗത്തിൽ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തുവാനുള്ള തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഏതാണ്ട് എക്സിറ്റ് നമ്പർ 11 എന്ന് പറയുമ്പോൾ അത് നയാക്ക് എക്സിറ്റ് ആണ്. ആ എക്സിറ്റിലോട്ട് അടുക്കുമ്പോൾ എന്റെ തൊട്ട് ഇടതുവശത്തെ 3ാമത്തെ ലൈനിൽ നിന്ന് 2 പെൺകുട്ടികൾ, അവർക്ക് ആ എക്സിറ്റ് ആയിരുന്നു ഇറങ്ങേണ്ടത്. അവർ അത് പാസ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് എന്റെ വണ്ടിയുടെ മുൻപിലൂടെ റൈറ്റ് ടേണിലേക്ക് തിരിയുവാനിടയായി. എന്റെ 2 അടി പോലും ദൂരമില്ലാതെ എന്റെ മുൻപിലൂടെ ചാടിയ വണ്ടി, 2 പെൺകുട്ടികളാണ്, 20-21 വയസ്സുള്ള 2 പെൺകുട്ടികളാണ് വണ്ടി ഓടിക്കുന്നത്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്റെ വാഹനം അടുത്ത നിമിഷത്തിൽ ആ വാഹനത്തിൽ ഇടിക്കും. അടുത്ത പ്രഭാതത്തിൽ ന്യൂ സിറ്റിയിലെ കോർട്ടിൽ ഞാൻ 2 കൊലക്കുറ്റത്തിന് നിൽക്കേണ്ടതായി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ വേറൊരു ചോയ്സ് അവിടെ ഇല്ല. ഞാൻ 2 കൊലപാതകത്തിന്റെ ഉത്തരവാദിയാകുമെന്നുള്ള ഉറപ്പ് ഒരു വശത്ത്,
ഒരു ഫിസിക്സ് അധ്യാപകനായി നാട്ടിൽ ജോലി ചെയ്ത എനിക്ക്, ഫിസിക്സിൽ ബിരുദം നേടിയ എനിക്ക്, ഒരു ആക്ഷൻ ആൻഡ് ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നന്നായി അറിയാമെങ്കിലും എന്റെ സകല ബലവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ ബ്രേക്കിലേക്ക് ചവിട്ടുവാനിടയായി. എന്റെ വണ്ടി നിന്നു. മറ്റു വണ്ടിയിൽ ഒന്ന് സ്ക്രാച്ച് ചെയ്തതല്ലാതെ ആ രണ്ട് പെൺകുട്ടികൾക്ക് ഒരപകടവും പറ്റാതെ അവർ രക്ഷപ്പെടുവാനിടയായി. എന്നാൽ എന്റെ വാഹനം അവിടെ പെട്ടെന്നുള്ള സ്റ്റോപ്പ് ചെയ്തതിന്റെ ഫലമായി എന്റെ വണ്ടി അവിടെ നിൽക്കുക മാത്രമല്ലാതെ ഇടത്തേക്ക് മറിയുവാനിടയായി. മറിഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് സാരമില്ല. അത് കഴിഞ്ഞ് വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്യുവാനായി തുടങ്ങി. എന്റെ 4 വീലുകളും മുകളിലായി ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തു. അത് നിൽക്കുമെന്ന് കരുതി നിന്നില്ല. വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം വീലുകൾ മുകളിൽ വരുമ്പോൾ എനിക്ക് കാണാം എന്തൊക്കെയോ ലിക്വിഡ് താഴേക്ക് ഒഴുകി വരുന്നു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, അത് ഓയിൽ ടാങ്ക് ആണ് പൊട്ടിയിരിക്കുന്നത്, അതായത് പെട്രോൾ ടാങ്ക്. അടുത്ത നിമിഷം തീ പിടിക്കും. അടുത്ത നിമിഷം തീ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ഞാൻ ചാമ്പലായി മാറുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മരണത്തെ നേരിൽ കാണുകയാണ്. അടുത്ത നിമിഷങ്ങൾ മരണം മുൻപിൽ കാണുമ്പോൾ വീണ്ടും മൂന്നാമത് വണ്ടി റോൾ ഓവർ ചെയ്യുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴേക്കും എൻ്റെ വണ്ടിയെല്ലാം പാളിഷായി തകർന്നു കഴിഞ്ഞു. എനിക്കൊരു ആശയമില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി വണ്ടി ഇങ്ങനെ റോൾ ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതായത് എൻ്റെ ഭാര്യയോട്, 2 കുഞ്ഞുങ്ങളോട്, എൻ്റെ മാതാവിനോട്, 8 സഹോദരങ്ങളോട്, ഞാൻ സ്നേഹിച്ച് പടുതുയർത്തിയ ന്യൂയോർക്കിലെ ആലയത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരോട്, സ്നേഹിതരോടൊക്കെ ചില നിമിഷങ്ങൾ കൊണ്ട് ഞാൻ യാത്ര പറഞ്ഞു. കാരണം എനിക്കറിയാം അടുത്ത നിമിഷം ഞാൻ ഒരു അല്പം ചാരമായി മാറുകയാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാൽ പറയട്ടെ, മൂന്നാമത്തെ റോൾ ഓവർ കഴിഞ്ഞെന്റെ വണ്ടി നിൽക്കുമ്പോൾ കണ്ണാടികളൊക്കെ പൊട്ടിയിരിക്കുന്നുവെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഞാൻ ബെൽറ്റിൽ തന്നെ സുരക്ഷിതനാണ്. ഞാൻ ആ ബെൽറ്റ് അഴിച്ചു. ഒരു മത്സ്യം വെള്ളത്തിലൂടെ നീന്തുന്നത് പോലെ പൊട്ടിയ ജനലിന്റെ അകത്ത് പിടിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് നീന്തുവാനായി തുടങ്ങി. ഏതാണ്ട് 100-ലധികം കാറുകൾ മൃതദേഹം പുറത്തെടുക്കുവാനായി ആ 87-ൽ വണ്ടികൾ നിർത്തി കാത്തിരിക്കുമ്പോൾ ഒരു സ്നേഹിതൻ വന്നെന്റെ കരം തന്നു. ഞാൻ ആ പൊട്ടിയ ജനലിന്റെ ഗ്ലാസിനിടയിലൂടെ പുറത്തേക്ക് നീന്തി ഇറങ്ങി. പറയട്ടെ, അന്ന് ഞാൻ ധരിച്ചിരുന്നത് ഒരു വെള്ള ഷർട്ടാണ്. ഞാൻ അവസാനം എന്നെ ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് കൊണ്ടുപോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആ വെള്ള ഷർട്ടിൽ ഒരു തുള്ളി ഡ്രോപ്പ് പോലും രക്തമയമില്ലാതെ ഹോസ്പിറ്റലിൽ എത്തുവാൻ എനിക്കിടയായി. കാര്യമായ ഒരു പരുക്കുകളുമില്ലാതെ, ഒരു പോറലുകൾ പോലുമില്ലാതെ ആ വലിയ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി. എന്നാൽ അതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. ഞാൻ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ന്യൂയോർക്കിലായിരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠത്തി, എൻ്റെ ഭാര്യ 4 മണിക്ക് ജോലി കഴിഞ്ഞ് വന്ന് ചായ കുടിക്കുവാനായി ബ്രേക്ക്ഫാസ്റ്റ് ഏറിയാൽ ഇരിക്കുമ്പോഴാണ് ഈ സമയം. അപ്പൊ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടയിൽ പോകുവാനായി. പെട്ടെന്ന് കൊച്ചമ്മയില് ജ്യേഷ്ഠത്തിയുടെ മേൽ ആത്മാവ് കടന്നു വരികയും ഒരു അന്ധകാര ശക്തിയെ കാണുവാൻ ഇടയാകുകയും പെട്ടെന്ന് ഒന്നും പറയാതെ ഒരു അന്ധകാരം കടന്നു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠത്തി ആത്മാവിൽ അവിടെ നിന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് ഏറിയയിൽ നിന്ന് ലിവിംഗ് റൂമിലേക്ക് ചാടി ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ശ്വാസിക്കുവാൻ തുടങ്ങി. ആ ലിവിംഗ് റൂമിൽ നിന്ന് ഫാമിലി റൂമിലേക്ക് ചാടി. അവിടെ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പോയി. അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി. വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് ഏറിയയിലേക്ക്, ലിവിംഗ് റൂമിലേക്ക്, ഡൈനിങ് റൂമിലേക്ക് വളരെ വേഗത്തിൽ ഓടി നടന്നുകൊണ്ട് ശത്രുവിനെ ശാസിക്കുവാൻ, അന്ധകാരത്തെ ശാസിക്കുവാൻ ഇടയാകുമ്പോൾ ഞാൻ ഇപ്പുറത്ത് ഓരോരുത്തരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയട്ടെ, പ്രിയ സഹോദരിയോട്,
പ്രാർത്ഥനയുടെ മുൻപിൽ ദൈവം കൊടുത്ത വെളിപ്പാടിന്റെ മുൻപിൽ ശത്രുവിനെ ആത്മനിയോഗത്തിൽ ബന്ധിക്കുവാൻ സ്വർഗമിടയാക്കിയതിനാൽ ഞാൻ ആ വലിയ ആപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ഇടയായി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് സ്വർഗം എനിക്ക് തന്ന രണ്ടാമത്തെ ജീവൻ കൊണ്ടാണ്. ഹല്ലേലൂയ്യ. അക്ഷരാർത്ഥത്തിൽ ഞാൻ വിശ്വസിച്ചു 2005 ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞുവെന്ന്. എന്നാൽ ആത്മനിയോഗത്താൽ ജ്യേഷ്ഠതയുടെ പ്രാർത്ഥനയുടെ മുൻപിൽ സ്വർഗം അടക്കി തന്നതിനാൽ സ്തോത്രം. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു പദം ഇങ്ങനെ പറയട്ടെ: സ്വർഗം എന്നെങ്കിലും ആർക്കെങ്കിലും ആത്മനിയോഗത്തിൽ ഒരു ശത്രുവിനെ ബന്ധിക്കുവാനുള്ള പ്രേരണ നൽകിയാൽ, ഹല്ലേലൂയ്യ, സ്വർഗത്തിന്റെ പ്രേരണ ലഭിച്ച ഉടനെ അങ്ങനെ ചെയ്യുവാൻ തയ്യാറായാൽ ചില ജീവിതങ്ങളെ വിടുവിക്കപ്പെടുവാൻ സ്വർഗം നിങ്ങളിലൂടെ സഹായിക്കുമെന്ന് ഞാൻ പറയട്ടെ. പിന്നത്തേതിൽ എന്റെ കഴുത്തിൽ വേദന ഉണ്ടായി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 2006 ഓഗസ്റ്റ് മാസം 9 എനിക്കൊരു സർജറി സ്കെഡ്യൂൾ ചെയ്തൊരു മേജർ സർജറിയാണ്. ദൈവം ഒരു ദർശനം കാണിച്ചു എന്നെ 10 നീ സർജറിക്ക് കടന്നു പോകുമെന്ന്. എന്നാലും എല്ലാ ഡേറ്റുകളും മാറി അവസാനം കിട്ടിയത് 9 2:30 ഞാൻ ന്യൂയോർക്കിലുള്ള ഏറ്റവും പ്രശസ്തമായ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി കടന്നു ചെന്നു. എനിക്കറിയാം ആ സർജറി കഴിഞ്ഞാൽ ചാൻസ് 50-50 ആണ്. ഞാൻ എൻ്റെ ഭാര്യയോടെ കുഞ്ഞുങ്ങളോടൊക്കെ യാത്ര പറഞ്ഞതിന് ശേഷം ഞാൻ സർജറിക്ക് കടന്നുപോയി. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം തന്ന വാഗ്ദത്തം നിന്റെ സർജറി 10 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. 2:30 എന്നെ അകത്ത് കൊണ്ടുപോയെങ്കിലും പെട്ടെന്ന് എമർജൻസി സർജറി വന്നതുകൊണ്ട് എന്നെ ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത സർജറി അവർ എടുത്തു എന്നാണ് പിന്നെ മനസ്സിലാക്കിയത്. എന്നാൽ 10 പ്രഭാതത്തിൽ 2:45 എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നത്. ഞാൻ പറയുവാൻ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല, സ്വർഗം ഒരു വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം സ്വർഗം പാലിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ്യ. പലപ്പോഴും നാം ഒക്കെ ദർശനം കണ്ടിട്ട് വാഗ്ദത്തം ലഭിച്ചിട്ട് പലപ്പോഴും ആ വാഗ്ദത്തം സംഭവിക്കുന്നില്ലേ എന്ന് സംശയിക്കുമ്പോൾ, ആ വാഗ്ദത്തം നടപ്പിലാകാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ്യ, പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിൻപോട്ട് പോകുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്തവനാണ്. ഹല്ലേലൂയ്യ, ഗ്ലോറി ടു ഗാഡ്. ഞാൻ പറയട്ടെ, അങ്ങനെ ആ ഹോസ്പിറ്റലിലെ ചില ദിവസങ്ങള് അവിടെ കഴിയുമ്പോൾ, ഹല്ലേലൂയ്യ, വാൾ സ്ട്രീറ്റിലെ 2ാമത്തെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്റെ തൊട്ടടുത്ത മുറി ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹം ഒരു ഗേ ആണ്. ഹല്ലേലൂയ്യ. അദ്ദേഹത്തോട് ഞാൻ സുവിശേഷം പറയുവാൻ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, ദൈവരാജ്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുവാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് സ്വർഗം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ്യ. അടുത്ത ഇടതുവശത്ത് കിടന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രിൻസ്റ്റൺ കോളേജിന്റെ സെക്കൻഡ് കമാൻഡാണ്. വളരെ വിദ്യാഭ്യാസമുള്ള ഉന്നതമായ പദവിയുള്ള ആള്. അദ്ദേഹത്തിന്റെ പ്രശ്നം ആവശ്യമില്ലാത്ത ബുക്കുകൾ വായിച്ചിട്ട് ഒരു ഗോസ്റ്റിനെ കണ്ടുകൊണ്ട്, അന്ധകാര ശക്തി കണ്ടുകൊണ്ട് ഉറങ്ങുവാൻ കഴിയാതെ രാത്രിയും പകലും ഒക്കെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ? സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, മേജർ സർജറി കഴിഞ്ഞ്. ഞാൻ ചോദിച്ചു, പ്രാർത്ഥിക്കട്ടെ? അവൻ അവസാനം സമ്മതിച്ചു. ഞാൻ എപ്പോഴും എവിടെ പോയാലും ഒരു ബൈബിൾ എൻ്റെ അഡീഷണൽ ഉണ്ടായിരിക്കും. ഞാൻ ആ ബൈബിള് നേഴ്സിനോട് പറഞ്ഞെടുത്ത് അവന് കൊടുക്കുവാനിടയായി, അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അവസാനം സുവിശേഷം പറയുവാൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അവൻ യേശുവിനെ അംഗീകരിക്കുവാനിടയായി. ഹല്ലേലൂയ്യ. ഞാൻ പറയുവാൻ ശ്രമിച്ചത് മറ്റൊന്നുമല്ല, സ്വർഗം നമ്മെ ചില സമയത്ത് ചില ശോധനകളിലൂടെ, വേദനകളിലൂടെ കടത്തിവിടുമെന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിന് ഒരു പ്രവൃത്തി ഉണ്ടെന്ന് രാത്രി ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയുമ്പോൾ, ഹല്ലേലൂയ്യ, ജീവിതത്തിലെ വേദനകളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് പിന്നോട്ട് മാറുവാനല്ല, മറിച്ച് മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ
സ്വർഗത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ തന്നെ ചെയ്തെടുക്കുമെന്ന് എന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത് കാണിച്ചു തന്നത് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഹല്ലേലൂയ്യ. സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നൊരു വലിയൊരു വാഗ്ദത്തമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ്യ. ആ വാക്യം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് അതിന്റെ അർത്ഥം അത്ര മനസ്സിലായി എന്ന് പറയുവാനില്ല. സാധാരണ ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു എന്നുള്ളതല്ലാതെ 1994 ഏപ്രിൽ മാസം സ്വർഗം എനിക്ക് തന്നൊരു വാഗ്ദത്തമാണ്, മാനിക്കുമ്പോൾ എന്നെ മാനിക്കുമെന്ന്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പഴയ കാലങ്ങളിലേക്ക് ചില നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. വലിയൊരു കുടുംബമെന്നൊന്നും പറയുവാൻ എനിക്കില്ല. കേരളത്തിലെ തിരുവല്ലയ്ക്കടുത്ത് അയിരൂർ എന്നൊരു കൊച്ചു ഗ്രാമം. കാർഷിക മേഖലകളിൽ തൊഴിൽ ചെയ്ത് ജീവിച്ച ഒരു സാധാരണ മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു. എന്നാൽ പ്രാർത്ഥന നിരന്തരമായ കുടുംബ അന്തരീക്ഷത്തിൽ ലഭിച്ച വെളിച്ചത്തിൽ മർത്തോമാ സഭയില്, സൺഡേ സ്കൂള്, യുവജന സഖ്യം, ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വളർത്തപ്പെടുവാൻ സ്വർഗം ഇടയാക്കി. 15-ാമത്തെ വയസ്സിൽ തന്നെ സൺഡേ സ്കൂളിന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറിയായി, യുവജന സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സഭയിൽ ചേർന്ന് നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിയിൽ വളരെയധികം ഉത്സുകനായിരിക്കാൻ സ്വർഗം സഹായിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോട്ടയം പോളിടെക്നിക്കിൽ മൂത്ത ജ്യേഷ്ഠന്റെ ആഗ്രഹപ്രകാരം പോളിടെക്നിക്കിന് ചേർന്നിട്ട് മടങ്ങി വരുമ്പോൾ എന്റെ മാതാവ് കരയുന്നത് കാണുവാനിടയായി. സാധാരണ മാതാവ് കരയുന്നതല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അമ്മ? അപ്പൊ പറഞ്ഞു, മോനെ, ഞാൻ നിന്നെ ഒരു പുരോഹിതനായി കാണുവാൻ ആഗ്രഹിച്ചതാണ്. നീ പോളിടെക്നിക്കിൽ പോകേണ്ട കാര്യമില്ല, നീ കോളേജിൽ പോകണം. ഞാൻ പറയട്ടെ, ഞാൻ ഭവനത്തിലെ 7ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. സാമ്പത്തികമായ വലിയ ഉന്നമനമൊന്നുമില്ലാതിരുന്ന കാലഘട്ടം. കോളേജിൽ പോകുവാനുള്ള പണം അതിന് തികയുമോ എന്നൊരു സംശയമുള്ളപ്പോൾ മാതാവിന്റെ ഒരു റിക്വസ്റ്റ് ആണ്, നീ കോളേജിൽ പോകണം. എന്തിനു വേണ്ടി? ഒരു പുരോഹിതനാകുവാനായി. അങ്ങനെ ഞാൻ പോളിടെക്നിക്കിലെ എന്റെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ട് റാന്നി കോളേജിൽ ചേർന്നുകൊണ്ട് പ്രീ ഡിഗ്രി പഠിക്കുവാനായി തുടങ്ങി. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, റാന്നി കോളേജിൽ നിക്കർ ധരിച്ചു കൊണ്ടുവന്ന 2 കുഞ്ഞുങ്ങൾ, 2 പേർ മാത്രമേ ഉള്ളൂ, ഞാനും ഒരു കൃഷ്ണൻകുട്ടിയുമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ സൈസ് മനസ്സിലായി കാണും. ഹല്ലേലൂയ്യ. അങ്ങനെ റാന്നി കോളേജിൽ നിക്കർ ഇട്ടുകൊണ്ടാണ് ഞാൻ പ്രീ ഡിഗ്രി പഠനം നടക്കുന്നത്. വിദ്യാഭ്യാസ വിദ്യാലയത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കയറുവാൻ ആ ദിവസങ്ങളിൽ ഇടയായി. അതുമൂലം ഞാൻ പ്രീ ഡിഗ്രി തോൽക്കുവാനും ഇടയായി. എന്നാൽ വീണ്ടും അത് പഠിച്ച് ജയിച്ച് റാന്നിയിൽ തന്നെ വീണ്ടും ഡിഗ്രിയിലേക്ക് ചേരുവാൻ, ഡിഗ്രി എടുക്കുവാനൊക്കെ സ്വർഗം സഹായിച്ചുവെങ്കിലും അവിടെ വീണ്ടും രാഷ്ട്രീയത്തിലെ KSUവിന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാൻ, കൊല്ലം ജില്ലയുടെ സ്ഥാനങ്ങളൊക്കെ വഹിക്കുവാൻ, യൂണിവേഴ്സിറ്റി യൂണിയനിലെ കൗൺസിലറായിട്ടൊക്കെ വിജയിക്കുവാൻ, രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ മുൻപന്തിയിലേക്ക് എത്തുവാൻ ഉള്ള ദിവസങ്ങളായി അത് കാണുവാനിടയായി. എന്നാൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ റാന്നിയിലെ ഉള്ള മിനർവ കോളേജ് എന്ന് പറയുന്ന ഒരു പാരൽ കോളേജിൽ അധ്യാപകനായി ജോലി തുടങ്ങി. ആ സമയത്താണ് മർത്തോമാ സഭയിലെ യുവജന സഖ്യവുമായുള്ള ബന്ധത്തിൽ ഞാൻ ലോക്കൽ സെന്റർ ഭദ്രാസന ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് റാന്നി, കോട്ടയം ഭദ്രാസനത്തിൽ ഉൾപ്പെട്ട മിക്ക സ്ഥലങ്ങളിലും പോയിട്ട് സംഘടന കെട്ടിപ്പടുക്കുവാൻ, ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ, ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ, യുവദീപം എഡിറ്റർ എന്ന നിലയിൽ ധാരാളം വ്യത്യസ്ത സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ ആ കാലഘട്ടം ഇടയായി. അതുപോലെ കേരള മദ്യവർജന പ്രസ്ഥാനം എന്ന
സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കാളിയാകുവാൻ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മദ്യവർജനത്തിന് വേണ്ടി നിൽക്കുവാൻ, അതുപോലെ സാംസ്കാരിക വേദികളിൽ ശക്തമായി സഭയുടെ പ്രവർത്തനത്തോടൊപ്പം പ്രവർത്തിക്കുവാനൊക്കെ കഴിഞ്ഞു. അതിനിടയിലാണ് 26-ാമത്തെ വയസ്സിൽ വിവാഹിതനായി പിന്നത്തേതിൽ 1984 USA കടന്നു വരുവാൻ സ്വർഗമിടയാക്കി. 1985 എനിക്ക് 2 കുഞ്ഞുങ്ങൾ സ്വർഗം തന്നു. ഇരട്ടകളാണ്. വിജി, വിജോ എന്ന് പേര് പറയും. ന്യൂയോർക്കിൽ ആ സമയം ഞാൻ കടന്നു വരുമ്പോൾ സെന്റ് തോമസ് മാർത്തോമ ചർച്ചിന്റെ അംഗമായി അവിടെ പ്രവർത്തിക്കുകയും അവിടെയുള്ള അച്ഛന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരവും താല്പര്യപ്രകാരവും അന്ന് അമേരിക്കയിൽ യുവജന സഖ്യം ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ഓരോ സഭകളിലും കടന്നുപോയി യുവജന സഖ്യം രൂപീകരിക്കുവാൻ, അങ്ങനെ ഡാളസിലും ഞാൻ കടന്നു വരുവാൻ, ഡാളസിലെയും 90-കളിൽ 1990 ഡാളസിൽ കടന്നു വന്ന് ഇവിടെയും യുവജന സഖ്യം ഉണ്ടാക്കുവാനുള്ള ക്രമീകരണമൊക്കെ ചെയ്യുവാൻ ആ കാലങ്ങളിൽ സ്വർഗം എന്നെ ഉപയോഗിച്ചു. അതുപോലെ ഇപ്പോൾ കാണുന്ന ഡയോസിസിന്റെ രൂപീകരണത്തിൽ, റീജിയന്റെ രൂപീകരണത്തിലൊക്കെ സ്വർഗം പ്രവർത്തിക്കുവാൻ ആ നാളുകളിൽ എനിക്കിടയാക്കി. 1993 ലോക്കൽ ചർച്ചിൽ, റീജിയണൽ ചർച്ചിൽ 5 ഔദ്യോഗിക പദവികളുമായി കഴിയുന്ന ഒരു കാലഘട്ടം. 93 ഞാൻ ദൈവികമായ ഒരു വെളിപ്പാട് കാണുവാനിടയായി. വളരെ നിസ്സാരമായ ഒരു വെളിപ്പാടാണ് കാണുവാനിടയായത്. ഒരു കുളം കണ്ടു, ഒരു ശബ്ദം കേട്ടു, ഇറങ്ങി സ്നാനമേൽക്കുക. ഞാൻ ചിരിച്ചു തള്ളി. കാരണം പറയാം, മറ്റൊന്നുമല്ല, ശിശുസ്നാനം ശരിയാണെന്ന് വ്യത്യസ്ത വിധത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് ഡിബേറ്റുകൾ നടത്തി അതിൽ ജയിച്ച് കയ്യടി മേടിച്ച പാരമ്പര്യമുള്ള ഞാന് ഒരു ശബ്ദം കേൾക്കുകയാണ്, പോയി കുളത്തിലിറങ്ങി സ്നാനപ്പെടുവാൻ. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല. 30 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അതേ ദർശനം കാണുവാനിടയായി. ഏകദേശം 5 മണി സമയമാണ്. എൻ്റെ 2 മക്കളെ വിജി, വിജോയും എൻ്റെ നെഞ്ചിൽ തന്നെ കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. ദർശനം ആവർത്തിക്കപ്പെടുന്നു. അല്പം ഞാൻ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഞാൻ ദൈവത്തോട് നേരിട്ടങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇത് നീ യഥാർത്ഥമാണെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ വേണം. വളരെ വേഗത്തിൽ എന്നെ ആ ദർശനത്തിലൂടെ സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു. 9 കാര്യങ്ങൾ എന്നെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാനിടയായി. ഏകദേശം 5 മണി മുതൽ 7 മണി വരെ, 6:30 സമയം വരെ ആ ദർശനം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ചാടി എഴുന്നേറ്റു, കുഞ്ഞുങ്ങളെ കൊണ്ട് ബേബി സിറ്ററിന് വിട്ടു. ഞാൻ വളരെ വേഗത്തിൽ ഒരുങ്ങി മൗണ്ട് വേണൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് ഞാൻ ആദ്യമായി US പോസ്റ്റൽ സർവീസിന്റെ സൂപ്പർവൈസറായിട്ടുള്ള ട്രെയിനിങ്ങിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ അവിടെ കടന്നുപോയി. പെട്ടെന്ന് വണ്ടി നിർത്തി. 7:30 സമയമായി. 7:30ക്കാണ് ട്രെയിനിങ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഡേയിൽ ലേറ്റായി ചെല്ലുന്നത് നല്ലതല്ലല്ലോ, നമുക്കറിയാം. ഞാൻ വളരെ വേഗത്തിൽ തിടുക്കത്തിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റിന്റെ വാതിക്കൽ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ഒരു പേപ്പർ അവന്റെ കയ്യിലുണ്ട്. ഞാന് അല്പം അരോചകമായി തന്നെ അവനോട് ഇടപെടുവാൻ, കാരണം എനിക്ക് വളരെ വേഗത്തിൽ കടന്നു പോകണം. അപ്പൊ അവന് ഈ പേപ്പർ കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല, US പോസ്റ്റൽ സർവീസിന്റെ പരീക്ഷ എഴുതുവാനായി വന്ന ഒരു വ്യക്തിയാണ്, കാൻഡിഡേറ്റ് ആണ്. എങ്ങോട്ട് പോകണമെന്ന് അവൻ അറിയില്ലാതെ വെയിറ്റ് ചെയ്യുക. ഞാൻ വളരെ വേഗത്തിൽ അവനോട് പറഞ്ഞു, ഗോ ലെഫ്റ്റ്, then the step going up to the second floor, make a right, then make a left, then go to the third door, make a right. അവൻ എന്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുകയാ. അവന് മനസ്സിലായില്ല. പെട്ടെന്ന് ഒരു ശബ്ദം എന്റെ ഹൃദയത്തിലേക്ക് വന്നു, പ്രഭാതത്തിൽ പഠിച്ച സൈൻ ലാംഗ്വേജ് ഓരോന്നായി കാണിക്കുവാൻ.
ഞാൻ 9 സൈൻ ലാംഗ്വേജ് അവനെ കാണിക്കുവാനിടയായി. പറയട്ടെ, അവന് മനസ്സിലായി. വളരെ സന്തോഷത്തോടെ അവന് ആ പരീക്ഷാ കേന്ദ്രത്തിൽ കടന്നുപോയി പരീക്ഷ എഴുതി. പിന്നത്തേതിൽ ഞാൻ ഏതാണ്ട് 96 ന്യൂയോർക്കിൽ മോൻസി എന്ന് പറയുന്ന ഓഫീസിൽ ഞാനതിന്റെ മാനേജരായി ചാർജ് എടുത്ത് വരുമ്പോൾ എന്നെ കണ്ടവൻ ഓടി അടുക്കൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചത് കണ്ട് എല്ലാവരും ചിരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഡെഫായ മനുഷ്യൻ. സ്വർഗം എനിക്ക് തന്ന കൺഫർമേഷൻ ആണ്. ഇന്നും US പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് നിൽക്കുവാനായി കഴിയത്തില്ല. ഞാൻ വളരെ വേഗത്തിൽ അന്ന് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യുവാനായി തുടങ്ങി. ഞാനൊരു കൺഫർമേഷൻ ചോദിച്ചു, എനിക്ക് കൺഫർമേഷൻ കിട്ടി. സ്വർഗം എന്നെ പ്രഭാതത്തിൽ കാണിച്ച അതേ വ്യക്തിയെ മൗണ്ട് വേണനിൽ കാണിക്കുവാൻ ഇടയാക്കി തീർത്തു. സ്വർഗം എന്നെ പഠിപ്പിച്ച സൈൻ ലാംഗ്വേജ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി. അങ്ങനെ മടക്ക യാത്രയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വലിയ ചോദ്യചിഹ്നം, സ്നാനപ്പെടണമോ വേണ്ടയോ? ഹൃദയത്തിലേക്ക് കടന്നു വന്ന ചിന്ത മറ്റൊന്നുമല്ല, കുടുംബ പാരമ്പര്യം, സഭയുടെ 5 ചുമതലകൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ. അന്ന് രാത്രി രാത്രി ജോലിക്കായിട്ട് രാത്രി 10 മണിക്ക് പോകുവാൻ ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നിത്യയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KV ജോൺസൺ എന്ന് പറയുന്ന ദേവദാസൻ താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ ഡോറിൽ നോക്കി ചെയ്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്ററെ, അടുത്ത ഞായറാഴ്ച സ്നാനപ്പെടണം. അദ്ദേഹത്തിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നോട് ചോദിച്ചു, രാജനെ ശരിയാണോ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ശരിയാ. ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്തു. ഞാൻ യോങ്കസിലേക്ക് കടന്നുപോയി. 11 മണിക്ക് ഞാൻ യോങ്കസിൽ ചെന്നുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ സൗഖ്യത്തോടെ ജോലിയിൽ എത്തി എന്ന് വിളിച്ചു പറയുമ്പോൾ രാത്രി 11 മണിക്ക് എന്റെ ഭവനത്തിൽ പാസ്റ്റർ KV ജോൺസന്, തന്റെ ഭാര്യ, എന്റെ സഹോദരന്റെ ഭാര്യ, അതുപോലെ ബാബു ബ്രദർ ഭാര്യ, അങ്ങനെ 6 പേരും വത്സയുമായിട്ട് അവിടെ വീട്ടിലുണ്ട്. എന്നോട് ചോദിച്ചു, രാജാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ആരാ പറഞ്ഞേ? ഇതേ പാസ്റ്ററും കുടുംബം എല്ലാം ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, എന്നാ തീരുമാനിച്ചെങ്കിൽ തീരുമാനിച്ചു. പറഞ്ഞു വന്ന് മറ്റൊന്നുമല്ല, ഒരു നിക്കോദീമോസിനെ പോലെ ഭാര്യയോടെ കുഞ്ഞുങ്ങളോടെ ഒന്നും ആലോചിക്കാതെ അടുത്ത ഞായറാഴ്ച മർത്തോമ സഭയിലെ ആരാധനയിലേക്ക് കടന്നു ചെന്ന് ആരാധനയിൽ പങ്കെടുക്കുന്നതിന് പകരമായി റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്തിട്ട് ഞാൻ അടുത്തുള്ളതായ പെന്തക്കോസ്ത് ചർച്ചിലേക്ക് കടന്നു പോകുവാൻ ഇടയായി. അന്ന് വൈകിട്ട് നടന്ന പ്രയർ മീറ്റിംഗിൽ ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന മർത്തോമ സഭയിൽ അന്ന് ദൈവവചനം ശുശ്രൂഷിച്ചതിന് ശേഷം അവസാനമായി ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രത്യേക യോഗത്താൽ ഞാൻ അടുത്ത ഞായറാഴ്ച സ്നാനപ്പെടുവാൻ പോകുകയാണ്. അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അക്ഷരാർത്ഥത്തിൽ ചില ദിവസങ്ങൾ മർത്തോമാരെ പല കുടുംബങ്ങൾ ഞാൻ സ്നാനപ്പെടാതിരിക്കുവാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തിയവരാണ്. എന്നാൽ മർത്തോമ സഭയിലെ അച്ഛന്റെ പ്രത്യേക ആഗ്രഹപ്രകാരം രാവിലെ ഞാൻ ആലയത്തിൽ കടന്നു ചെന്ന് ഞാൻ എല്ലാ ഔദ്യോഗിക പദവികളും രാജിവെച്ചതിന് ശേഷം പെന്തക്കോസ്ത് ചർച്ചിൽ പോവുകയും അന്ന് പകൽ ഞങ്ങൾ കുടുംബമായി സ്നാനപ്പെടുകയും ചെയ്തു. 1993 നവംബർ 23 ദൈവസഭയോട് ചേരുവാൻ ന്യൂയോർക്കിലുള്ള എബനേസർ ഫുൾ ഗോസ്പൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് അവിടെ ആരാധിക്കുവാൻ സ്വർഗമിടയാക്കി. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു പദം പറയട്ടെ. ദൈവവചനം കേൾക്കുകയും ദൈവവചനം സത്യമാണെന്ന് അറിയുകയും ചെയ്തിട്ട് ഇതുവരെയായും സ്നാനപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും അഥവാ അവസരം ഉപയോഗിക്കാതിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്നുവെങ്കിൽ, ഈ സാക്ഷ്യം കേൾക്കുന്നുവെങ്കിൽ, ഓൺലൈനിലൂടെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഒരു കുഞ്ഞനുജൻ എന്ന നിലയിൽ, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയട്ടെ, ദൈവകൽപ്പന അനുസരിക്കുന്നത് ദൈവത്തിന് സന്തോഷകരമാണ്,
നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്. ഹല്ലേലൂയ്യ. ദൈവവചനം കേട്ടിട്ടും സത്യം അറിഞ്ഞിട്ടും സ്നാനപ്പെടുവാൻ കഴിയാതിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ്യ, ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളോട് പറയട്ടെ, അനുസരണം യാഗത്തെക്കാൾ വിലയേറിയതാണ്. സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ്യ. സ്നാനപ്പെട്ടത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീർന്നുവെന്ന് ജീവിതത്തിന്റെ ധാരാളം അനുഭവങ്ങളിലൂടെ ഇന്ന് രാത്രിയും എനിക്ക് പറയുവാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ്യ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ സ്നാനപ്പെടുവാൻ കഴിയാത്തവരായിട്ടുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരേണ്ടതിനായി, ദൈവകൽപ്പന അനുസരിക്കേണ്ടതിനായി ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ്യ. സ്നാനപ്പെട്ടതിന് ശേഷം എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, സ്നേഹിതരിൽ നിന്ന് ധാരാളം എതിർപ്പുകൾ എനിക്ക് നേരിടേണ്ടതായി വന്നു. കാരണം വളരെ ആക്റ്റീവായി മർത്തോമായിൽ വർക്ക് ചെയ്യുന്ന 5 ഔദ്യോഗിക പദവികൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി മർത്തോമാ സഭയിൽ നിന്ന് പുറത്തു പോരുമ്പോൾ അത് സഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് ഒരു ചിന്തയിലായിരുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ഒരു കസിൻ എന്റെ ഭവനത്തിൽ കടന്നു വന്ന ശേഷം എന്നോട് ഇങ്ങനെ പറയുവാനിടയായി, നിന്റെ ഭാര്യ വത്സമ്മയാണ് നിന്നെ പെന്തക്കോസ്തിലേക്ക് വലിച്ചു കൊണ്ടുപോയത്. അവളെ ഉപേക്ഷിക്കുക, ഞാൻ വേറെ ഒരാളിനെ നിനക്ക് ഭാര്യയായി കണ്ടുപിടിച്ചു തരാം. എൻ്റെ ഒരു കസിന്റെ വളരെ മനോഹരമായ അഡ്വൈസ് ആണ്. എന്നാൽ വത്സമ്മയുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ സ്നാനപ്പെട്ടത് വത്സമ്മയുടെ നിർബന്ധമല്ല, എനിക്ക് വേണ്ടി ജനിച്ച പാപം മാറ്റിക്കളഞ്ഞ യേശുവിന്റെ ആ കുടുംബത്തിലേക്ക് അംഗമായി തീരുവാൻ ഞാൻ ചെയ്തു എന്ന് അദ്ദേഹത്തോട് പറയുകയും സ്നാനപ്പെടേണ്ടതിന്റെ ആവശ്യകത പറയുകയും ചെയ്തു. സന്തോഷമില്ലാതെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാനിടയായി. ഞങ്ങളിപ്പോൾ വിവാഹം കഴിഞ്ഞ് 38 വർഷമായി ഡാളസിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പാർക്കുന്നത്. ഹല്ലേലൂയ്യ. നാട്ടിൽ നിന്ന് മർത്തോമായിലെ ഒരു അച്ഛനായിട്ട് ഒരു കസിൻ ഈ രാജ്യത്ത് വരുവാനിടയായി. എന്റെ വീടിന്റെ മുൻപിലൂടി 13 പ്രാവശ്യം കടന്നുപോയി എങ്കിലും എന്റെ വീട്ടിൽ കയറുവാൻ വിസമ്മതിച്ചു. കാരണം ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. പെന്തക്കോസ്തിൽ പോയത് കൊണ്ട് തെറ്റിപ്പോയി എന്ന് പറയുന്ന മർത്തോമായിലെ അച്ഛന്മാര് അന്നുണ്ടായിരുന്നു, ഇപ്പോൾ അധികമില്ല. സഭ ദൈവത്തിന്റെ ആണെന്ന്, ഒരു സഭാവിവാഹം നമ്മെ സ്വർഗത്തിൽ എത്തിക്കയില്ല എന്നുമുള്ള വസ്തുത ഇന്ന് രാത്രി വിളിച്ചു പറയുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ബേത്ലഹേമിലെ പുൽത്തകിടിയിൽ കിടത്തപ്പെട്ട യേശു കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കഴിയുന്നതാണ് നിത്യതയുടെ ബേസ് എന്ന് തിരിച്ചറിയുമ്പോൾ, ഹല്ലേലൂയ്യ, ഇന്ന് രാത്രിയും നാം ഒരു കാര്യം തിരിച്ചറിയണം. ക്രിസ്തുമസ് എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഡെക്കറേഷൻ അല്ല, ആഘോഷങ്ങളല്ല, സമ്മാനങ്ങളല്ല, മറിച്ച് യേശു ക്രിസ്തു ഹൃദയത്തിൽ ഉരുവാകുന്നതാണ്. ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് ഉപദേശിക്കട്ടെ. ഹല്ലേലൂയ്യ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ യേശു കർത്താവിലൂടെ ആ നിത്യതയ്ക്ക് ഉപാവകാശികളായി തീരേണ്ടതിന്, രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരേണ്ടതിനായി ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസം. ഹല്ലേലൂയ്യ. നമുക്ക് ആ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് രാത്രി
ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ആ ഒരു അവസരം ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വർഗം അവസരം നൽകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരാധന, പ്രാർത്ഥന, ഇതിന് മുൻതൂക്കം കൊടുക്കുന്ന ദൈവദാസനോട് ചേർന്ന് വിശ്വാസ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ആരാധന, പ്രാർത്ഥനയിലേക്കുള്ള ആഹ്വാനം. പിന്നത്തേതിൽ പരിശുദ്ധാത്മ സ്നാനത്തിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും ചെയ്തു. ന്യൂയോർക്കിലുള്ള ജോർജ് ബ്രദറിന്റെ ഭവനത്തിൽ 1994 ബൈബിൾ സ്റ്റഡിയുടെ നടുവിൽ വെച്ച് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ ഇടയായി. മീറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം ആത്മാവിന്റെ വലിയ ശക്തി കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവിന്റെ ആ വലിയ നിയന്ത്രണത്തിൽ ആത്മനിയോഗത്താൽ ആത്മാവിൽ നിറയ്ക്കുവാൻ സ്വർഗം അടിയനെ സഹായിച്ചു. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പദം പറയട്ടെ. നാം വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, നാം രൂപാന്തരപ്പെടേണ്ടവരാണ്. രൂപാന്തരപ്പെട്ട യേശുവിന്റെ അടുക്കിലേക്ക് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടേണ്ടവരാണ്. ആത്മാവിന്റെ നിറവില്ലാതെ, ആത്മാവിന്റെ ശക്തിയില്ലാതെ, ആത്മാവിന്റെ പ്രവൃത്തിയില്ലാതെ നമുക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയുകയില്ല. ഇന്ന് രാത്രി എന്നെ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ആ നിറവിലേക്ക് കടന്നു വരുവാൻ കഴിയാതായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ്യ, കഴിഞ്ഞ 1 മണിക്കൂർ സമയം ഒരുമിച്ച് ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ആനന്ദ അനുഭൂതികളിലേക്ക് മാറ്റപ്പെട്ടതുപോലെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗം നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ നിറയ്ക്കുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ്യ. ശക്തി കടന്നു വരുവാനായി, പരിശുദ്ധാത്മാവിന്റെ നിറവിലായേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ എന്റെ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പദം എഴുതിയിട്ടുണ്ട്. പത്രോസ് വചനങ്ങളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ്യ. വചനം സത്യമാകയാൽ, പരിശുദ്ധാത്മാവ് സത്യമാകയാൽ ഇന്ന് രാത്രി ആത്മാവിനെ പ്രാപിച്ചെടുക്കേണ്ടതിനു വേണ്ടി ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ നിറവിൽ ഇപ്പോൾ തന്നെ നിറയുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ്യ. ദൈവവചനം സത്യമാണ്, ദൈവവചനം ജീവനാണ്, അത് നമ്മെ ശക്തീകരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ്യ. ദൈവം വിശ്വസ്തനാണ്, നിന്നെ ആത്മാവിൽ നിറയ്ക്കുവാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ്യ. ഗ്ലോറി ടു ഗാഡ്. ആത്മാ നിയോഗത്താൽ ആ സമയങ്ങളിലൊക്കെ ന്യൂയോർക്കിന്റെ പ്രദേശങ്ങളിലുള്ള മിക്ക യോഗങ്ങളിലും കടന്നു പോകുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവദാസന്മാരുമായി ബന്ധപ്പെടുവാൻ, ഏർപ്പെടുവാൻ, പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്തുവാനൊക്കെ ദൈവം സഹായിച്ചു. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. ന്യൂയോർക്കിൽ പതിവായി നടന്നു വരുന്ന ഒരു വെനസ്ഡേ പ്രയർ ഉണ്ടായിരുന്നു. ബാബു ബ്രദർ അഥവാ മാത്യു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ അല്ലാണ്ടായി താമസിക്കുന്നു. അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങൾ സാധാരണ 10-12 പേരൊക്കെ കാണത്തുള്ളൂ. എല്ലാ ബുധനാഴ്ചയും കൂടിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക പതിവായിരുന്നു. എന്റെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും വലിയ ബലമായി തീർന്നത് ആ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ തലമുറകളിൽ, സഭകളിൽ, ദേശത്തിൽ ധാരാളം വിടുതലുകൾ കാണുവാനിടയായി. ഡാളസ് പ്രയർ ലൈനിന്റെ തുടർച്ചയായുള്ള ഈ പ്രാർത്ഥനാ സംഗമം ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോലെ പല സ്റ്റേറ്റുകളിൽ, രാജ്യങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രയോജനപ്പെടുമെന്നതിൽ സംശയമില്ല.
ദൈവം അയക്കുന്ന ഒരു വലിയ റിവൈവൽ ഞാൻ ആത്മാവിൽ കാണുന്നു. അത് ഈ പട്ടണത്തിൽ പൊട്ടിപ്പുറപ്പെടും. അതിന്റെ ഭാഗമായി ദൈവമേ ഇതിനെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താൽ ഒരു വലിയ ഉണർവിലേക്ക് ഈ പ്രേരണ ദൈവം കൊണ്ടെത്തിക്കും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. വെനസ്ഡേയിൽ കൂടിയ ചെറിയ കൂടിവരവിലൂടെ ദൈവത്തിന്റെ കരം കാണുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, ദൈവകൃപയിൽ നിൽക്കുവാൻ സ്വർഗം ഞങ്ങളെ കുടുംബമായി സഹായിച്ചു. സ്വർഗം വെളിപ്പാടുകളെ തന്ന് ആ നാളുകളിൽ എന്നെ ശക്തീകരിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റ് സർവീസിൽ ഒരു കരിയറായി 88 ജോലി തുടങ്ങിയെങ്കിലും 90 മുതൽ ആക്ടിംഗ് സൂപ്പർവൈസറായി പ്രവർത്തിക്കുവാൻ ദൈവം സഹായിച്ചു. എങ്കിലും ആ കാലങ്ങളിൽ ചുരുക്കം ഇന്ത്യൻസ് മാത്രമേ സർവീസിലുള്ള ഒരു കാലഘട്ടമാണ്. ക്വാളിഫിക്കേഷൻ വളരെ ഉണ്ടെങ്കിലും ഒരു പെർമനന്റ് പൊസിഷൻ കിട്ടാതെ പോയ ചില വർഷങ്ങൾ. ഞാൻ വെനസ്ഡേ പ്രയറിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ചില ആഴ്ചകൾ കഴിയുമ്പോൾ ഞാൻ വെനസ്ഡേ പ്രയറിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു പെർമനന്റ് ജോലി, ഒരു പ്രൊമോഷൻ ആവശ്യമുണ്ട്. ഒരു സഹോദരി അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആരാധിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, അടുത്ത ദിവസങ്ങളിൽ സ്വർഗം എനിക്ക് വേണ്ടി വഴികളെ തുറന്നു. ഞാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുമെന്ന് എന്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ന്യൂയോർക്കിലുള്ള ഡോസ്ബറി, ആഷ്ലി, ആർമണ്ട്, ക്രോട്ടൺ, മിഡിൽടൗൺ, സ്പ്രിംഗ് വാലി, പ്ലസന്റ്വെൽ, ചാപ്പക്കുവ തുടങ്ങിയ വിവിധ ഓഫീസുകളിൽ വിവിധ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ പിന്നത്തേതിൽ ആ പ്രാർത്ഥന സ്വർഗ വഴികളെ തുറന്നു തന്നു. ഹല്ലേലൂയ. ഒരുമനപ്പെട്ടുള്ള ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സ്വർഗം ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയും ഈ വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഏതെങ്കിലും വിഷയത്തിൽ മറുപടി ലഭിക്കാതെ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ, ലഭിച്ചുവെന്ന് അറിഞ്ഞു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ സ്വർഗം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്ന് സഹായിക്കുന്ന സ്വർഗമാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഏഷ്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു അഭിമാനമായി 90കളിൽ സ്വർഗമെന്നെ അമേരിക്കയിലെ ആദ്യത്തെ USPS പോസ്റ്റ് മാസ്റ്ററായി ഉയർത്തുവാൻ, മാനിക്കുവാൻ ഇടയായി. 94 ഫെബ്രുവരി മാസം ഭവനത്തിൽ വിശ്രമിക്കുമ്പോൾ ദൈവം തന്നൊരു വാഗ്ദത്തമാണ്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ. അത് പൂർണ്ണതയിൽ എത്തുവാൻ സ്വർഗം സഹായിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. ന്യൂയോർക്കിൽ വെസ്റ്റ്ചെസ്റ്റർ ഡിസ്ട്രിക്റ്റിൽ ഏതാണ്ട് 20-ലധികം ഓഫീസുകളിൽ പ്രവർത്തിക്കുവാൻ, അവിടെയൊക്കെ ഓരോ ഓഫീസുകളിലും സ്വർഗത്തിന് വേണ്ടി സാക്ഷ്യമായി നിൽക്കുവാൻ, ചില ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുവാൻ സ്വർഗം എന്നെ ഉപയോഗിച്ചു. ഞാനൊരു സംഭവം അവിടെ പറഞ്ഞു പോകട്ടെ. പ്ലസന്റ്വില്ലെ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്യുന്ന കാലഘട്ടം, ആ ബിൽഡിംഗ് ഞങ്ങൾ റെന്റ് ചെയ്തിരിക്കുന്നത് 13,000 രൂപയ്ക്കാണ്. എല്ലാ മാസവും അതിന്റെ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും ഓണറുടെ പേര് അവർ വെളിപ്പെടുത്തത്തില്ല. പെട്ടെന്നൊരു പിടിവാശി എന്റെ ഉള്ളിലേക്ക് വന്നു. ഇവിടെ എല്ലാ മാസവും റെന്റ് കൊടുക്കുന്ന ആളുടെ പേരൊന്നും അറിയണ്ടേ. വിളിച്ചു നോക്കി, പേര് പറയത്തില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് വെച്ചാൽ ഒരു പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് അവിടെ പല ഷീറ്റുകൾ, ടൈൽസ് പൊട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ആസ്പെറ്റോസിന്റെ കണ്ടൻസ് ഉണ്ട്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ആസ്പെറ്റോസിന്റെ പ്രശ്നമുണ്ട്, വന്ന് ഇൻസ്പെക്ഷൻ നടത്തണം. 3-ാമത്തെ ദിവസം ഒരു വലിയ സ്ട്രെച്ച് ലെമോസിൻ എന്റെ ഓഫീസിന്റെ മുൻപിൽ വന്നു നിന്നു.
വലിയ ദീർഘമായ കറുത്ത കോട്ടിട്ട് ഒരു മനുഷ്യൻ ഹാറ്റ് വെച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് മാത്യു സാമുവൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ വിൻഡോയിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കാണണമെന്ന് ഞാൻ പറഞ്ഞു ഓഫീസിലോട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം ഓഫീസിൽ വന്നു. ഞാൻ അവിടെ കസേരയിൽ ഞാൻ കയറി വന്നിരുന്നപ്പോൾ ചോദിച്ചു, ഓ യു ആർ ദ മാത്യു? ഞാൻ പറഞ്ഞു ഐ ആം ദ മാത്യു സാമുവൽ. ഐ വാണ്ട് ടു ടോക്ക് ടു ഓൺലി പോസ്റ്റ് മാസ്റ്റർ. ഞാൻ പറഞ്ഞു ഐ ആം ദ പോസ്റ്റ് മാസ്റ്റർ. അവൻ പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, ജസ്റ്റ് ഷോ ഇറ്റ് ടു മീ വേർ ദ പ്രോബ്ലം. ഞാൻ പറഞ്ഞു ജസ്റ്റ് സർ, യു കെയിം ടു മൈ ഓഫീസ്, ദിസ് ഇസ് മൈ ഓഫീസ്, even though this is your building, but this is my office. This is a federal property. You need to sit there for a few minutes. I will need to talk. അപ്പോൾ എൻ്റെ ഭിത്തിയിൽ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ പ്രസംഗിച്ച ഒരു ഫോട്ടോയാണ്. അവനത് പെട്ടെന്ന് കണ്ടിട്ട് ചോദിച്ചു അത് ആരുടെ പടമാണ്. ഞാൻ ആ ഫോട്ടോ എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു ഐ ആം എ പ്രീച്ചർ, ഐ ആം എ പ്രീസ്റ്റ്. അവൻ ചോദിച്ചു ഓ ദാറ്റ്സ് സംതിങ്. I didn't go to church after 12 years old. ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇരിക്കുന്ന ബിൽഡിങ് 80കളിൽ മേടിച്ചു കൊടുത്ത വ്യക്തിയാ. അത് വിറ്റതിന്റെ ലാഭം കൊണ്ട് വിവാഹം കഴിച്ച വ്യക്തിയാ. ഒരു വലിയ ബില്യനിയറാണ്. അവൻ എന്നോട് പറഞ്ഞു ഞാൻ ചർച്ചിൽ പോകത്തില്ല. ഞാൻ പറഞ്ഞു could you please give me 3 minutes. അവൻ പറഞ്ഞു അവസാനം അവൻ സമ്മതിച്ചു. ആ 3 മിനിറ്റ് കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ സുവിശേഷം അവനോട് പറഞ്ഞു. അവസാനം അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി. അവിടെ മുറികൾ അടച്ചിരിക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു വലിയ ഹല്ലേലൂയ ശബ്ദം മുറിയിൽ. ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു ഫെഡറൽ ഗവൺമെന്റിന്റെ ഓഫീസിലായിരിക്കുന്നത്. അവിടെ സുവിശേഷം പറയുവാനൊന്ന് അനുവാദമില്ല. പെട്ടെന്ന് ഞാൻ വീണ്ടും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എന്നാൽ വീണ്ടും ഒരു ഹല്ലേലൂയ കേട്ടു. ഞാൻ അവിടെ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ പേര് റോബർട്ട് എന്നാണ്. റോബർട്ടിന്റെ സെക്രട്ടറിയോട് ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, റോബർട്ടിന്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ ജോലി എടുക്കുന്ന അന്ന് മുതൽ ഞാനൊരു വിശ്വാസിയാണ്, റോബർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എനിക്ക് പറയുവാൻ കഴിയാതിരുന്നത് മാത്യൂസ് ഇന്ന് ചെയ്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു പോയതാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ മുറി അടച്ചിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റാരോട് ഇത് പറയുവാൻ അവകാശമില്ല. അത് പോളിസി ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, ഓഫീസിൽ ഇരുന്നു കൊണ്ടും ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ നമുക്ക് കഴിയും. നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ, എവിടെയായിരുന്നാലും ഹല്ലേലൂയ, ദൈവം ഒരവസരം തന്നാൽ ദൈവത്തിന് വേണ്ടി ഒരു വാക്ക് പറയുവാനുള്ള സന്മനസ് നാം കാണിക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നമ്മുടെ വാക്കുകളെ നാം പറയുവാൻ തയ്യാറായാൽ സ്വർഗം വലിയവ ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊസിഷൻ നോക്കേണ്ട കാര്യമില്ല, ആളുടെ പവർ നോക്കേണ്ട കാര്യമില്ല. ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ 27 വർഷക്കാലം യുണൈറ്റഡ് സ്റ്റേറ്റ് പോസ്റ്റൽ സർവീസിൽ ജോലി ചെയ്യുവാൻ സ്വർഗം ബലപ്പെടുത്തി. ധാരാളം യാത്ര ചെയ്യുവാൻ, സ്ഥലങ്ങൾ കാണുവാൻ, ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുവാൻ, മാത്രമല്ല ധാരാളം ഉന്നതന്മാരുമായി ബന്ധം പുലർത്തുവാൻ സ്വർഗം ജീവിതത്തിൽ ഇടയാക്കി. ഹല്ലേലൂയ. മിനിസ്ട്രിയുമായുള്ള ബന്ധത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1990കളുടെ അവസാനത്തിൽ ഈ വെനസ്ഡേ പ്രയർ മീറ്റിംഗിൽ ഒരു ഫാസ്റ്റ് പ്രയറിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു മിനിസ്ട്രിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല, ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. അന്ന് ബുധനാഴ്ചത്തെ ഫാസ്റ്റ് പ്രയറിൽ ഇരിക്കുമ്പോൾ ഗൾഫിൽ നിന്നൊരു ദൈവദാസൻ അവിടെ വന്നിരുന്നു. എനിക്ക് പേര് പറയാൻ അറിയില്ല. അദ്ദേഹം ശുശ്രൂഷിപ്പാനായി എഴുന്നേറ്റ് 15 മിനിറ്റ് സമയമുള്ളത്. അദ്ദേഹം എന്റെ അടുക്കൽ വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ദൂത് ഞാൻ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. എന്നോട് പറഞ്ഞു, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു മിനിസ്ട്രിക്കായിട്ട്, നിന്നെ ഞാൻ ആഫ്രിക്കയിൽ അയക്കും. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരി വന്നു. ഞാൻ തന്നെ എന്നോട് തന്നെ സംസാരിക്കുകയാണ്,
പിള്ളേരെ അടുത്ത 3 വർഷം കൂടെ കഴിയുമ്പോൾ ഹൈസ്കൂൾ പാസ്സാകും. അവരെ കോളേജ് വിടണമെങ്കിൽ ഒരു 50,000 രൂപയെ ഒരു വർഷം ഫീസ് കൊടുക്കണം. അതിന് പൈസ ഇല്ലാതിരിക്കുമ്പോഴാ മിനിസ്ട്രി. ഇങ്ങനെ മനസ്സിൽ പലതും ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാന് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് നിന്നെ ഇന്ത്യയുടെ ആഫ്രിക്കയുടെ സുവിശേഷീകരണത്തിന്റെ ഭാഗമായി മാറ്റും. ഹൃദയത്തിൽ വളരെ സംശയത്തോടെ താല്പര്യമില്ലാതെ ഇരിക്കുന്ന സമയം അന്ന് ശുശ്രൂഷിപ്പാനായി കടന്നു വന്നത് പാസ്റ്റർ ജോസഫ് ഡാനിയലാണ്. അന്ന് ഫിലഡൽഫിയയിൽ താമസിക്കുന്ന കാലഘട്ടമാണ്. ഞങ്ങൾ ഒരുമിച്ചൂടെ കരോൾട്ടണിൽ ഒരു ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്, ഞാനും അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന ഉടനെ ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ എന്റെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: മകനെ, എന്നെ സംശയിക്കുന്നത് എന്ത്? വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് തുടങ്ങി ദൈവം എന്നെ അയക്കുവാൻ പോകുന്ന വിവിധ രാജ്യങ്ങളുടെ പേരുകൾ ഉദ്ധരിച്ച് ഏതാണ്ട് ഒരു 4-5 മിനിറ്റ് സമയം എന്നോട് ദൂത് പറയുവാനിടയായി. അദ്ദേഹത്തിനോട് ദൈവാത്മാവ് ഉദ്ധരിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും സ്വർഗം എന്നെ അയച്ചു എന്നത് സത്യമാണ്. ഏതാണ്ട് 51 രാജ്യങ്ങളിൽ ദൈവം കൃപയാൽ കടന്നു പോകുവാൻ, ദൈവരാജ്യത്തിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഇതുവരെയായി ഇടയാക്കുകയും ചെയ്തു. 98-99 കാലങ്ങളിൽ സ്വർഗം നോർത്ത് ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ദർശനം തരുവാനിടയായി. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ജേക്കബ് തോമസ് അഥവാ തമ്പി പാസ്റ്റർ ന്യൂയോർക്കിലുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം തുടങ്ങി വെച്ച വേല അത് സഭകള് ഏറ്റെടുക്കുവാനായി എന്നെ നിർബന്ധിക്കുവാനിടയായി. അദ്ദേഹത്തിന്റെ താല്പര്യവും അതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സാമുവൽ പാസ്റ്ററിന്റെ നിർബന്ധം മൂലം 99 കാശ്മീരിലേക്ക് 2 സുവിശേഷകരെ അയക്കുവാനായി ഇടയായി. അങ്ങനെ തുടങ്ങി വെച്ചത് പിന്നത്തേതിൽ ബൈബിൾ സ്കൂളുകള്, അതിനുവേണ്ടി ആവശ്യമായ ബിൽഡിങ്ങുകള്, ചർച്ച് പ്ലാന്റിങ്, ക്രൂസൈഡ് ഒക്കെ ആക്കി ദൈവം ഉയർത്തി വളർത്തി. ഓർഫനേജുകള്, സ്കൂളുകളൊക്കെ തുടങ്ങുവാൻ സ്വർഗം ഇടയാക്കി. ഡോക്ടർ രാജെന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇരുന്നു കൊണ്ട്, അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയിലെ ധാരാളം ചർച്ചുകൾ രൂപം കൊടുക്കുവാൻ സ്വർഗം എന്നെ ഉപയോഗിച്ചു. ഹല്ലേലൂയ. സുവിശേഷീകരണം നടത്തുവാനായി നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ സ്വർഗം അത് ചെയ്തെടുക്കും. ഇല്ലായ്മയുടെ നടുവിൽ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിന്റെ ഒരു ഭീമഭാഗം ഉപയോഗിച്ച് ദൈവവേല ചെയ്യുവാൻ സ്വർഗം ആ നാളുകളിൽ ബലപ്പെടുത്തി. സാമ്പത്തികമായ പല ബുദ്ധിമുട്ടുകളും നേരിട്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല, കൊടുക്കുന്നത് മടക്കി തരുന്ന ഒരു ദൈവമാണ്. എന്റെ ബുദ്ധിമുട്ടുകളെല്ലാം എന്നെ സഹായിച്ച ഒരു ദൈവം. പിന്നത്തേതിൽ ആ മിനിസ്ട്രി ഒരു ലൈറ്റ് ഹൗസ് മിനിസ്ട്രി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യുവാൻ, ഒരു സംഘടനയായി തീരുവാൻ ഈ രാജ്യത്ത്, ഇന്ത്യയില്, ആഫ്രിക്കയില്, മറ്റു പല രാജ്യങ്ങളിലുമായി വ്യാപിക്കുവാൻ സ്വർഗം ഇടയാക്കി. ന്യൂയോർക്കിൽ ഇപ്പോഴും ആയിരിക്കുന്ന പാസ്റ്റർ ബെഞ്ചമിൻ തോമസ് 100 ദിവസത്തിലധികം കോവിഡായി മരണത്തോട് മല്ലടിച്ച വ്യക്തി. ഞങ്ങൾ രണ്ടും കൂടിയാണ് ഈ ലൈറ്റ് ഹൗസ് മിനിസ്ട്രി എന്ന പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് ദൈവവേലയിലായിരുന്നത്. പ്രൈസ് ഗോഡ്. 1996 ദൈവം ഇങ്ങനെ ധാരാളം ദർശനങ്ങൾ തരാറുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുമ്പോൾ രാത്രി 1:30 മണിക്ക് എന്റെ പിതാവിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. പിതാവ് നാട്ടിലാണ്. പെട്ടെന്ന് പിതാവ് എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു, അപ്പച്ചന് നല്ല സുഖമില്ല, എനിക്ക് നാട്ടിൽ പോകണം. വത്സ പറഞ്ഞു, ഇപ്പോഴെന്താ പോകുന്നത്? ഞാൻ പറഞ്ഞു, നാട്ടിൽ പോകണം, അപ്പച്ചന് സുഖമില്ല. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അനുജത്തിയാണ് ഫോൺ എടുത്തത്. ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, അപ്പച്ചന്
ഹല്ലേലൂയ. ഞാൻ അനുജത്തിയോട് ചോദിച്ച ചോദ്യം ഇതാണ്, പിതാവ് ഇപ്പോൾ ഏതോ ആശുപത്രിയിലാണ്. അപ്പോൾ പറഞ്ഞു മേനാന്തോട്ട ഹോസ്പിറ്റലിൽ തള്ളിയിട്ട് തിരുവനന്തപുരത്തിന് ഇപ്പോൾ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ യാത്രയ്ക്കുള്ള ക്രമീകരണം ചെയ്തു. ഞാനും എൻ്റെ സഹോദരനും കൂടി നാട്ടിലേക്ക് കടന്നു ചെന്നു. തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കാണുവാനിടയായി. അന്ന് രാത്രി പിതാവിനോട് സ്നാനത്തെക്കുറിച്ച്, രക്ഷയുടെ അനുഭവത്തെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചു. അന്ന് രാത്രി മിക്കവാറും ദീർഘസമയങ്ങൾ സംസാരിക്കുവാൻ, പിതാവുമായി ദൈവവചനം ഷെയർ ചെയ്യുവാൻ, ദൈവഭാഗത്തിലേക്ക് ഒരു ഉറപ്പ് കൊടുക്കുവാൻ സ്വർഗം ഇടയാക്കി. അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാവിന്റെ ഒരു നിയോഗത്താൽ ധരിപ്പിക്കേണ്ട വസ്ത്രം, പുതപ്പിക്കേണ്ട പുതപ്പൊക്കെ മേടിച്ചോണ്ടാ പോയത്. നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മൂത്ത സഹോദരി ചോദിച്ചു, എന്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്ന്? ഞാൻ പറഞ്ഞ പെങ്ങളെ ആവശ്യമുണ്ട്. രണ്ടാമത്തെ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ പെങ്ങളോട് പറഞ്ഞു, പെങ്ങളെ ആ തുണിയൊക്കെ എടുത്തു. അന്ന് വൈകിട്ട് 8 മണിയോടുകൂടി പിതാവ് ലോകത്തോട് യാത്ര പറഞ്ഞു. ഹല്ലേലൂയ. സ്വർഗം എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുവാൻ വേണ്ടിയാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട് അരൂർ കർമ്മൽ മർത്തോമ പള്ളിയിൽ തിരുമേനിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ശക്തമായി സ്നാനത്തെക്കുറിച്ച് പിതാവിന്റെ മറ്റ് സഹോദരങ്ങളോട്, പിതൃഭവനങ്ങളോട്, മാതൃഭവനങ്ങളോട് ശക്തമായി അരൂർ കർമ്മൽ മർത്തോമ പള്ളിയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുവാൻ സ്വർഗം എന്നെ ബലപ്പെടുത്തി. ആരെയും ഭയക്കേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം തരുന്നത് വിളിച്ചു പറയുവാൻ നാം തയ്യാറായാൽ സ്വർഗം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നെഹമ്യാവ് പറഞ്ഞതുപോലെ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് പണിയാം. സ്വർഗം വലിയവ ചെയ്യുക തന്നെ ചെയ്യും. ഈ രാജ്യത്തൊരു വലിയ ഉണർവുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഡാളസ് പ്രയർ ലൈനിലൂടെ അതൊരു വലിയ പങ്കാളിത്തായിട്ട് തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്ന ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തോടെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവാൻ നമ്മോട് പറയുമ്പോൾ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ 1:18 പറഞ്ഞിരിക്കുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. 19:11 വെളിപ്പാട് പുസ്തകം ഇങ്ങനെ വായിക്കുന്നു, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്ന വിശ്വസ്തനും സത്യവാനും എന്ന പേര്. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യും. നമുക്ക് ഒരുങ്ങി നിൽക്കാം. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാകിയാൽ ഈ ദിവസങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങൾ ചെറുതോ വലുതോ ആയിരുന്നാലും, ഏത് ശുശ്രൂഷയാണെങ്കിലും അവിടെയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ശക്തന്മാരായി നിൽക്കുവാൻ സ്വർഗം നമ്മെ ബലപ്പെടുത്തട്ടെ. അന്യോന്യം പ്രാർത്ഥിക്കാം, അന്യോന്യം ബലപ്പെടുത്താം, ഒരുമിച്ച് അധ്വാനിക്കാം. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സാക്ഷ്യവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആ സമയം ഒരുക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസനോടും കുടുംബത്തെയും പ്രത്യേക പ്രേരണയോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ആമേൻ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ പാസ്റ്റർ. ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. പ്രേരണയായി സ്തോത്രം. പ്രേരണയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പിന്നത്തേതിൽ ശ്രമിക്കുന്നവർക്കായി സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം കൊടുക്കുവാൻ, സുവിശേഷീകരണത്തെ കുറിച്ചൊരു ഭാരം കൊടുക്കുവാൻ, മറ്റുള്ളവരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാൻ, മറ്റുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ, മധ്യസ്ഥ നിൽക്കുവാൻ സ്വർഗമേ പ്രിയപ്പെട്ട എല്ലാവരെയും നീ സഹായിക്കണമേ. ഈ പ്രേരണയെ അനുഗ്രഹിക്കണമേ.
ഒരു വലിയ ആത്മ ഉണർവിലേക്ക്, ഈ പട്ടണത്തിലെ ഒരു റിവൈവലിലേക്ക് ഇതിനെ നടത്തണമേ. സൗലമന്ത്രിയുടെ നാമത്തിൽ വിനീതമേ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. 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 താങ്ക് യു വെരി മച്ച് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം സമയം എടുത്ത് 1.25 മണിക്കൂറോളം എടുത്ത് താൻ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ ഉപകാരങ്ങളെ നമ്മുടെ മുമ്പിൽ ഷെയർ ചെയ്തു. എന്നെ വളരെയധികമായി ടച്ച് ചെയ്ത വിഷയം, സൂസൻ സിസ്റ്റർ ആത്മനിയോഗത്താൽ പ്രാർത്ഥിച്ചു. അന്നേരം പ്രാർത്ഥിച്ചില്ലായിരുന്നു എന്ത് ചെയ്തന്നെ? നാട്ടിൽ പറഞ്ഞ പോലെ ആ അപകടത്തിൽ അദ്ദേഹം ഈ ലോകം വിട്ട് കടന്നു പോകുമായിരുന്നു. അപ്പൊ ആ കർത്താവിന്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ട്യൂൺ ചെയ്തിരിക്കണം. നോക്കി, മോശക്കുഞ്ഞ് ജനിച്ചപ്പോഴാണ് രാജാവിന്റെ ഓർഡർ, എവരി മെയിൽ ബോയ് ഹാസ് ബി ത്രോൺ ഇൻ ദ നൈൽ റിവർ. എന്നാൽ അഹരോൻ ജനിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല, മിരിയാം ജനിച്ചപ്പോൾ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിനൊരു വ്യക്തിയെ പറ്റി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പിശാചിനറിയാം. എങ്ങനെയെങ്കിലും അതിനെ കൊന്നുമുടിക്കുവാൻ ആ പിശാച് നോക്കുന്നു. കർത്താവിന്റെ ദാസൻ അന്നന്മാർ ന്യൂയോർക്കിലെ ആക്സിഡന്റിൽ മരിച്ചു പോകേണ്ടതായിരുന്നു. അപ്പൊ പിശാചിനറിയാം കർത്താവിന്റെ ദാസനെ കൂടെ ദൈവം വലിയ കാര്യങ്ങൾ പല രാജ്യങ്ങൾ നമ്മൾ കേട്ടില്ല, സാക്ഷ്യങ്ങളെല്ലാം. ഇതെല്ലാം നടക്കുമെന്നറിയാം. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് നോക്കിയത്. അന്നേരം സൂസൻ സിസ്റ്റർ കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം വായിക്കാനൊക്കെ എന്തോ തീഷ്ണതയാണെന്നറിയാം, പ്രാർത്ഥിക്കാൻ എന്തോ തീഷ്ണതയാണെന്നറിയാം. പ്രൈസ് ലോർഡ്. ഈ പ്രയർ ലൈനിൽ വചനം വായിക്കുന്നതിന് ഒരു ക്ഷാമവും ഇല്ല. പ്രൈസ് ലോർഡ്. 2 പേരാ ഒരുമിച്ച് വായിക്കും. ഓരോ പ്രയർ ലൈനിൽ വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാലേ ആരെങ്കിലും വായിക്കത്തുള്ളൂ. 2 പേര് ഒരുമിച്ചാണ് വചനം വായിക്കും. 2 പേരെ എനിക്ക് ഇഷ്ടമാണ്. ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊടുത്ത് വചനം വായിക്കുന്ന സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവർ വായിക്കുന്ന കേൾക്കുന്ന സന്തോഷമാണ്. അതുപോലെ സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, സൂസൻ സിസ്റ്ററാണ് ഇതിനകത്ത് കീ പോയിന്റ്. ആത്മാവിന്റെ നിയോഗത്താൽ പ്രാർത്ഥിച്ചു. അതാ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്, ആത്മനിയോഗത്താൽ പ്രാർത്ഥിക്കണം. ശിമിയോനുണ്ടല്ലോ, ആത്മനിയോഗത്താൽ ആലയത്തിലേക്ക് ചെന്നു. യേശു കുഞ്ഞ് അന്നാ വരുന്നെന്ന് അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, കറക്റ്റ് സമയത്ത് അവിടെ ചെന്ന് കുഞ്ഞിനെ തൊട്ടു. ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്നായെ നോക്കിക്ക്, 7 വർഷം ഭർത്താവിൻ്റെ കൂടെ താമസിച്ച ഭർത്താവ് മരിച്ചു. അയ്യോ, ഞാൻ ഇങ്ങനെ കഷ്ടകാലമായി പോലെ. അതല്ല, 84 സംവത്സരം ഉപവാസത്തിലും പ്രാർത്ഥനയും കഴിച്ചു കൂട്ടിയാണ്. എന്തിനാണെന്നറിയാം? യേശു കുഞ്ഞ് വരുന്നതിന് വേണ്ടി 2 പേരെ ഒരുക്കി. ഒന്ന് ശിമിയോനും ഒന്ന് ഹന്നായും. യേശു കുഞ്ഞ് വരുന്നതിന് വേണ്ടി. ഇതുപോലെ കർത്താവിന്റെ ദാസന് വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരിയെ ദൈവം ഒരുക്കി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇതുപോലെ നമ്മളും ആത്മാവ് ട്യൂൺ ചെയ്യണം. വലിയ കുരുക്കിലും വീഴുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് രാത്രി കഴിവും ദൈവാത്മാവ് നമ്മളെ തട്ടി ഉണർത്തും. അതുകൊണ്ടാണ് ഒരിക്കൽ 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, രാത്രി ശമൂവേൽ പ്രവാചകൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് ദൈവം ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനെ വിളിച്ചിട്ട് പറയാ, ഞാൻ ശൗലിനെ രാജാവാക്കിയതിൽ വ്യസനിക്കുന്നു, അവൻ എന്റെ കൽപ്പനകളെ വിട്ടുമാറിയിരിക്കുന്നു. ഇത്രേ പറഞ്ഞുള്ളൂ. ഇതിങ്കൽ ദൈവത്തിന് വലിയ വിഷമമായി. ഇതിങ്കൽ എന്തൊരു ശമൂവേൽ പ്രവാചകൻ രാത്രി വളരെ ക്ഷീണമായി, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാന്ന് അങ്ങനെയല്ല പറഞ്ഞത്. രാത്രിയിൽ എഴുന്നേറ്റ് ആ വിഷയത്തിന് വേണ്ടി നേരം വെളുക്കുന്നവരെയും കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം 1 ശമൂവേൽ 15-ാം അധ്യായത്തില് എനിക്കൊന്ന് 9-ഓ 10-ാമത്തെ വാക്യമാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി നോക്കിക്ക്, ബൈബിളിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു വ്യക്തിയുടെ പേരിൽ 2 പുസ്തകമില്ല ബൈബിളിൽ. 1 ശമൂവേൽ 2 ശമൂവേൽ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന വിഷയം നമ്മുടെ ഹൃദയത്തെ ദുഃഖിപ്പിക്കാമോ? ഒന്നും പിന്നെ പേടിക്കണ്ട. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദൈവദാസൻ നോർത്ത് ഇന്ത്യയിൽ പോലും പറഞ്ഞതാണ്, ലെറ്റ് മൈ ഹാർട്ട് ബ്രോക്കൺ വിത്ത് തിങ്സ് ദാറ്റ് ബ്രേക്ക് ഗോഡ്സ് ഹാർട്ട്. എന്റെ ദൈവത്തിന്റെ ഹൃദയത്തെ തകർക്കുന്ന വിഷയം കൊണ്ട് എന്റെ ഹൃദയം തകരാണ്. ദൈവത്തിന്റെ ഹൃദയം തകരുന്ന വിഷയം എന്തോന്നറിയാമോ? ആത്മാക്കള്.
ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. അതിനുവേണ്ടി ദൈവം കാത്തിരിക്കുന്നു. 1 പത്രോസ് 3:9 വായിക്കുന്നു, ഒരു മനുഷ്യൻ പോലും. ചിലർ താമസം വിചാരിക്കുന്നവർ കർത്താവിന്റെ വരുവാൻ താമസമല്ല, ആരും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് പിന്നെയും വെയിറ്റ് ചെയ്യുക. ആരെയും നോക്കിക്കൊണ്ടായിരിക്കും, നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അയൽവക്കക്കാരെയും നമ്മുടെ ഇവിടെ ജോലി ചെയ്ത് കർത്താവിദാസൻ പറഞ്ഞു ജോലി ചെയ്യുന്നവരെയും, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയാൽ നമ്മൾ വിചാരിക്കും ജോലിക്ക് വേണ്ടിയല്ല ദൈവം നിന്നെ നമ്മളെ അവിടെ ആക്കിയത്, കർത്താവിന് ആ മഹത്വത്തിന് വേണ്ടിയാണ്. 2 എവിടെ നിന്നാലും 10 പേരോട് സുവിശേഷം അറിയിക്കണം. ദൈവം കർത്താവിന് കൊടുത്ത കൃപയ്ക്കായി പിന്നെ സ്തുതിക്കുക. എവിടെ പോയാലും നമ്മളൊരു മാഗ്നറ്റ് പോലെ ആയിത്തീരണം. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞായറാഴ്ച ദിവസം മാത്രം അട്രാക്ട് ചെയ്യുന്നത് മാഗ്നറ്റ് അല്ല. ഞായറാഴ്ച ദിവസം രാവിലെ 1.5 മണിക്കൂർ അട്രാക്ട് ചെയ്യും, പിന്നത്തെ സമയമില്ല, അട്രാക്ഷനേ ഇല്ല. അത് മാഗ്നറ്റ് അല്ല. He that wins a soul is wise. നമ്മൾ ക്രിസ്തുവിന്റെ ഒരു മാഗ്നറ്റായി മാറും. മാഗ്നറ്റ് ഇപ്പം ഗാർബേജിനെ കൊണ്ടിട്ടാലും ഒരു ഇരുമ്പ് കഷ്ണം കണ്ടാൽ കരുപ്പിടിക്കും. അത് ദിവസമില്ല, സമയമില്ല. ഇരുമ്പ് കഷ്ണം എവിടെ കണ്ടാലും മാഗ്നറ്റ് കരുപ്പിടിക്കും. ഇതുപോലെ നമ്മളൊരു മാഗ്നറ്റായി മാറണം. ഞാൻ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ക്രിസ്തുവിന്റെ ഒരു സൗരഭ്യവാസനയായി മാറണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ക്രിസ്തുവിന്റെ ഒരു സൗരഭ്യവാസനയായി മാറാം. നമ്മുടെ ദേഹത്തൊരു പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും വരുന്നവർക്ക് അറിയാം നല്ല പെർഫ്യൂം അടിച്ചതെന്ന്. ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മളിൽ എല്ലാവരും മണക്കട്ടെ. നമ്മളെ കാണുന്ന ഒരു ക്രിസ്തുവിനെ മണക്കട്ടെ. നമ്മളെവിടെ കൂടെ പോയാലും പ്രൈസിലുള്ള ദൈവദാസൻ എന്ന് അറിയപ്പെടട്ടെ. നമ്മൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുന്നവരാ. കർത്താവ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ക്രിസ്തു ആ തല, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന വിഷയം, തല ഓർഡർ ചെയ്ത് കൈക്ക് കൊടുക്കും, കാലിലൊന്ന് മസാജ് ചെയ്യാൻ. കൈ അനുസരിക്കുന്നില്ല എന്ത് ദുഃഖമായിരിക്കും തലയ്ക്കെന്നറിയാമോ? ഇതുപോലെ കർത്താവ് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കും എന്ത് ദുഃഖമാണ് ദൈവത്തിനെന്നറിയാം. അപ്പം തലയും ഈ ശരീരം കൂടെ ചേർന്നിരിക്കുകയാണെങ്കിൽ, പാരലൈസ്ഡ് അല്ലെങ്കിൽ തല പറയുന്ന ഒട്ടനടി അവയവം അനുസരിക്കും. ഇതുപോലെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അനുസരിക്കണം. ആത്മാവ് പറയും ഇന്നടത്ത് പോകും, ഫിലിപ്പോസിനോട് പറയും ശമരിയിലേക്ക് പോകും, ശമരിയിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഫിലിപ്പോസിനോട് പറഞ്ഞു മരുഭൂമിയിലേക്ക് പോകാൻ. ഓയ്, ഇത്രയും വലിയ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു മരുഭൂമിയിലേക്ക് കാറുണ്ടോ? കാറൊന്നുമില്ല, നടക്കാമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഇച്ചിരി കഴിഞ്ഞ് ഓടാൻ പറയാം, പിന്നെ ഇച്ചിരി കഴിഞ്ഞ് രഥത്തെ കയറാൻ പറയാം, പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് പറയാം എത്യോപ്യക്കാരനെ ഷണ്ണിനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞു പിന്നെ ഫ്ലൈറ്റിലാണ് പോകുന്നു. ആത്മാവ് എടുത്തുകൊണ്ട് പോയി. ഇതുപോലെ പ്രൊമോഷനൊക്കെ വരുന്നു. പരിശുദ്ധാത്മാവ് പറയും ചിലപ്പോൾ നടക്കാൻ പറയും, ഒക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കത്തില്ല. ആത്മാവ് പറയുന്ന എല്ലാം ചെയ്യുക. എന്തെല്ലാം ആത്മാവ് പറയണോ, ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ പോകാനോ ആഫ്രിക്കയിൽ പോകാനോ അതോ ഇന്തോനേഷ്യയിൽ പോകാനോ എവിടെയാണോ ആത്മാവ് പറയുന്നത് നമുക്കനുസരിക്കാം. കർത്താവിനെ പ്രസാദിപ്പിച്ചൊരു ജീവിതം ചെയ്ത് നമുക്ക് അക്കരെ നാട്ടിൽ പോകണം. ഇനി നമ്മുടെ മുമ്പിൽ എത്ര സമയമുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കണം. ഇതിനൊന്നും ദൈവശബ്ദം അനുസരിക്കുമ്പോൾ നമുക്ക് ആവശ്യം. കർത്താവിന്റെ ദിവസം പറഞ്ഞില്ല, ന്യൂയോർക്കിൽ നിന്ന് ഇങ്ങോട്ട് ഡാലസിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. എന്തോ പറയും നമ്മൾ കർത്താവിന്റെ ദിവസത്തിന്റെ സാക്ഷ്യത്തിനകത്തെല്ലാം കാണുന്ന പ്രാർത്ഥനയുടെ വിഷയമാണ്. കുട്ടുമേരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേട്ടാൽ അതനുസരിച്ചാൽ മതി. പണം വേണമെങ്കിൽ പണം തരും. എന്തോ കുഴപ്പം? ദൈവശബ്ദം അനുസരിച്ചാൽ മാത്രം മതി. നമ്മൾ ദൈവം പറഞ്ഞ അനുസരിക്കാമെങ്കിൽ പണമൊക്കെ ദൈവം അതതിന്റെ സമയത്ത് നമ്മുടെ കൈക്ക് കൊണ്ടുതരും. പത്രോസിന്റെ കാലിൽ അവിടെ പണം കൊണ്ടിട്ട് പോകണം. ദൈവശബ്ദം അനുസരിക്കാൻ മതി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവശബ്ദം അനുസരിക്കാം. കർത്താവ് പറയുന്ന പോലെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഈ ദിവസങ്ങളിൽ ആത്മാവ് എന്തൊക്കെ പറഞ്ഞാൽ മുഴുവൻ ചെയ്യാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവേ എന്നെപ്പറ്റി നീയും എന്താ ആഗ്രഹിക്കുന്നോ അത് മുഴുവൻ ചെയ്യുവാൻ എന്നെ ദൈവം സഹായിക്കണമേ. ദൈവം യശയ്യാപ്രവാചകന്റെ നാവിനെ തൊട്ട് കഴിഞ്ഞും പറയുന്നു, ഞാൻ ആരെ അയക്കണ്ടു, ആരെനിക്ക് വേണ്ടി പോകും, ഇന്ന് എനിക്ക് വലിയ ബിസിയാ. അങ്ങനല്ല, അടിയൻ ഇതാ എന്നെ അയക്കണമേ. സമ്പൂർണമായിട്ട് യശയ്യാപ്രവാചകനെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ യശയ്യാപ്രവാചകൻ 6-ാം അധ്യായം മുതൽ പ്രൈസിലോടെ പിന്നെ കാണുന്ന അധ്യായങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രവചനമാണ്. കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. യശയ്യാപ്രവചനം 66 അധ്യായങ്ങളുണ്ട്. ബൈബിളിനകത്തെ ഒരു ബൈബിളാണ് യശയ്യാപ്രവചനം. അതുകൊണ്ട് നമ്മൾ പ്രൈസിലോടെ
ഒരു ലിവിങ് ബൈബിളായി മാറണം. നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം, കർത്താവിനെ അതിനുവേണ്ടി ദൈവങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുണ്ട്. കർത്താവിൻ്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഡാളസിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടി, ഇവിടെയുള്ള മാത്രമല്ല ഈ അമേരിക്കയിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. എല്ലാം ക്രിസ്തുവിൽ എല്ലാവരും തികഞ്ഞവരാൻ വല്ലവിധേനയും ഒരാത്മാവിടെ സുഖരായി കടന്നു തരണം. അതിനുവേണ്ടി ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.